കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ OP ടിക്കറ്റ് വിതരണ കേന്ദ്രം മാറ്റിയതോടെ ദുരിതത്തിലായിരിക്കുന്നത് രോഗികളാണ്. മഴ നനഞ്ഞ് OP ടിക്കറ്റ് എടുക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. ഈ ഹെൽത്ത് പോർട്ടലിലേക്ക് മാറിയതിനാലാണ് ആശുപത്രിക്ക് മുന്നിലെ പഴയ കൗണ്ടർ അടച്ചുപൂട്ടിയതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. വിവരങ്ങളുമായി AK അഭിലാഷ് ചേരുന്നുണ്ട്. AK അഭിലാഷ്, എന്താണ് ഈ ആശുപത്രിയിൽ സംഭവിച്ചത്? ഈ പോർട്ടലിലേക്ക് മാറിയതുകൊണ്ട് ഈ OP ടിക്കറ്റ് വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിൽ മഴ നനഞ്ഞ് ഈ രോഗികൾ നിൽക്കണോ? എന്താണ് അധികൃതർ പറയുന്നത്? മനസ്സിലാവുന്നില്ല. ഡോക്ടർ അരുൺ, ഈ നേരത്തെ ഉണ്ടായിരുന്ന OP കൗണ്ടറിലെ തിരക്ക് വലിയ തരത്തിൽ നമ്മൾ ചർച്ചാ വിഷയമാക്കിയായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇവിടെ കൊഴിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പുതിയൊരു കെട്ടിടത്തിലേക്ക് OP ബ്ലോക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗകര്യങ്ങളൊക്കെ വിവരമാക്കുകയും OP കൗണ്ടർ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ OP കൗണ്ടർ ഈ ബ്ലോക്കിലേക്ക് മാറ്റിയത്. പക്ഷേ വേണ്ട സൗകര്യങ്ങൾ OP കൗണ്ടറിലോ അല്ലെങ്കിൽ അതിന് പുറത്തോ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ഈ മഴയൊക്കെ വരുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ആളുകൾ, രോഗികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഏതാണ്ട് ഇന്നലെ മാത്രം 2000-ഓളം രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഇന്നലെ മഴ നനഞ്ഞുകൊണ്ടായിരുന്നു, ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ മഴ നനഞ്ഞുകൊണ്ടായിരുന്നു രോഗികൾ നിന്നത് ഇവിടെ. അതിനുശേഷമാണ് വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് ഉയർന്നതിന് ശേഷമാണ് ഇവിടെ ഇത്തരത്തിലൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പന്തൽ ടാർപോളിനിട്ട് നിർമ്മിക്കുകയോ ചെയ്തത്. ഏതായാലും ടാർപോളിനിട്ട് നിർമ്മിച്ചു, പക്ഷേ അവിടെ ഇരിക്കാനൊന്നുമുള്ള യാതൊരു സൗകര്യങ്ങളും ഇപ്പോഴും ഒരുക്കിയിട്ടില്ല. 8 മണിയോട് കൂടിയാണ് ഈ OP കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ അതിന് മുമ്പ് തന്നെ 7 മണിയോടുകൂടി തന്നെ ഇപ്പോൾ ഏതാണ്ട് 200-ഓളം ആളുകൾ OP ടിക്കറ്റിനായി ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇവിടേക്ക് എത്തണമെങ്കിൽ, അതായത് ന്യൂറോ അതോടൊപ്പം തന്നെ കാർഡിയോളജി വിഭാഗത്തിലുള്ള ഡോക്ടറെ കാണണമെങ്കിൽ മുൻവശമുള്ള, അതായത് നേരത്തെ ഉണ്ടായിരുന്ന OP കൗണ്ടറിന് സമീപത്ത് നിന്നുകൊണ്ട് അവിടെ ക്യൂ നിന്നുകൊണ്ട് വേണം ഇവിടേക്കുള്ള ടോക്കൺ എടുക്കാൻ. അതിനുശേഷം മാത്രമാണ് അവർക്ക് ഇവിടെ വന്ന് കൗണ്ടറിൽ വന്ന് OP ടിക്കറ്റ് എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. അത് തികച്ചും അശാസ്ത്രീയമായ ഒരു സംവിധാനമാണ് എന്ന് വേണം പറയാം. കാരണം ഏതാണ്ട് 50 മീറ്റർ അകലെ, ഏതാണ്ട് 100 മീറ്ററോളം തന്നെയുണ്ട്. അത്രയും ദൂരെ നിന്നുകൊണ്ടാണ് ഈ കൗണ്ടറിലേക്ക് വരുന്നതിനുള്ള ടോക്കൺ എടുത്തുകൊണ്ട് ഇവിടേക്ക് വരികയും ചെയ്തത്. അതിനുശേഷമാണ് ഇവിടെ കൗണ്ടറിൽ എത്തുകയും അവർ ഈ OP ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചിലർക്കൊക്കെ പരാതിയുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്? രാവിലെ നേരത്തെ 5 മണിക്ക് വന്നിട്ട് ടോക്കൺ വാങ്ങാനായിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഈ വരിയിൽ നിൽക്കുന്നവർ കുറേ ആൾ ഇരിക്കും, കുറേ ആൾ അവിടെ നിൽക്കും. അപ്പോൾ ടോക്കൺ നമ്പർ പറയൽ ഈ നിൽക്കുന്ന ആളാണ്, ഞാൻ 25ആണ് 26ആണെന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കും. അപ്പോൾ ഒരു ക്യൂ സിസ്റ്റം ഇല്ലാത്തതിനെ കൊണ്ട് വന്നവർ നിൽക്കാൻ കഴിയാത്തവർ അവിടെ പോയി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ നേരത്തെ വന്നവരായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടി വന്ന് ഇരിക്കുന്നവർ നേരം വെളുത്ത് 6 മണി 7 മണി ആയിട്ടാണ് ഈ ടോക്കൺ കൊടുക്കുന്നത്. ടോക്കൺ കൊടുക്കുന്ന സമയത്ത് ആ ക്യൂ സിസ്റ്റം ശരിക്കും ഇവിടുത്തെ സെക്യൂരിറ്റി ആരെങ്കിലും വന്നിട്ട് അത് വരിയിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് സംവിധാനം കാണിച്ചു കൊടുക്കാനേ തിരക്കുള്ളൂ. ഇത് മഴയും കൊണ്ടിട്ട് പഴയ OP ടിക്കറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കണം. അവിടുന്ന് ടോക്കൺ വാങ്ങി 50 ടോക്കണാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ 50 ടോക്കൺ കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അരുൺ. നമുക്ക് ഇങ്ങോട്ട് വരേണ്ട വഴി, അതായത് പഴയ OP കൗണ്ടറിൽ നിന്ന് ഇപ്പോൾ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ഈ OP കൗണ്ടറിലേക്ക് വരുന്ന വഴി വളരെ ദുർഘടം പിടിച്ചാണ്. നിറയെ ചളിക്കുണ്ടായി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ ചളിയിലൂടെ താണ്ടി വേണം ഈ OP കൗണ്ടറിലേക്ക് വരാൻ. അതായത് വാഹനങ്ങളടക്കം ഓട്ടോറിക്ഷകളടക്കം വരുന്നത് വളരെ ദുരിതപൂർണ്ണമാണ് എന്ന് കൂടി പറയണം. അത്തരത്തിൽ അശാസ്ത്രീയമായ അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ OP കൗണ്ടർ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം വേണം. ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നു, അത് സ്വാഗതാർഹമാണ്. അവർക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, കോർപ്പറേഷന്റെ ശ്രദ്ധയിൽ കൂടി നമ്മൾ പെടുത്തുകയാണ്. എന്തായാലും ഈ ആശുപത്രിയിൽ രോഗികൾ ചികിത്സ തേടി എത്തുമ്പോൾ OP ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് മഴ നനഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. AK അഭിലാഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ ചളിക്കുളമായി കിടക്കുകയാണ് കേട്ടോ ആ പ്രദേശത്ത്. എന്തായാലും സർക്കാരും കോർപ്പറേഷനും ഒക്കെ ഇടപെടും എന്നാണ് വിശദീകരണം. നമ്മൾ മനസ്സിലാക്കുന്നത്, അല്പസമയം മുമ്പ് ഒരു ആൾ പറഞ്ഞ് നമ്മൾ കേട്ടില്ല, 5 മണി മുതൽ ഈ OP ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുക. കേരളത്തിലെ പല സർക്കാർ ആശുപത്രികളിലും ടോക്കൺ വാങ്ങാൻ വേണ്ടി അതിരാവിലെ തന്നെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. തിരുവനന്തപുരത്ത് ഈ ഒരു കണ്ണാശുപത്രിയുണ്ട്. അത്തരം ആശുപത്രികളിലും ഈ RCC പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതം എത്രമാത്രം ദുരിതപൂർണ്ണമാണ് എന്നത് കാണുന്നത് ഈ സാഹചര്യങ്ങളുടെ പരിമിതികളുള്ള ഇടങ്ങളിൽ പോകുമ്പോഴാണ്. മണിക്കൂറുകൾ, രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് ഒരു ടോക്കൺ വാങ്ങുക. ആദ്യം ഉച്ചയ്ക്ക് മുമ്പെങ്കിലും വീട്ടിലെത്താമല്ലോ എന്ന് നോക്കിയിട്ട് അതിരാവിലെ വന്നിരിക്കും. പക്ഷെ അവർക്ക് ഇരിക്കാനുള്ള സംവിധാനമെങ്കിലും ഒരുക്കി കൊടുക്കണം എന്നാണ് നമുക്ക് സർക്കാരിനോടും അധികാരികളോടും പറയാനുള്ളത്.